ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് പി പി വ്ലോഗ്സ് മലയാളം. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആയിട്ടാണ്, ഇംഗ്ലീഷ്. ഇതുവരെ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ ഇന്ന് +1 ഇംഗ്ലീഷ് ഫോക്കസ് ഏരിയയെക്കുറിച്ച് ഒരു ഐഡിയ നൽകാനും അതുപോലെ എങ്ങനെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പഠിക്കാം, പിന്നെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം. ടോട്ടൽ 8 ചാപ്റ്റേഴ്സാണ് +1 ഇംഗ്ലീഷ് ഫോക്കസ് ഏരിയയിലുള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ലാഹേർട്ടി. ഇനി ഈ ഒരു ചാപ്റ്റർ നമ്മളിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. In the story His First Flight, the writer conveys the importance of self-reliance and self-esteem. അതായത് ആത്മാഭിമാനത്തിൻ്റെയും അതുപോലെ തന്നെ സ്വയം പര്യാപ്തതയുടെയും പ്രാധാന്യം ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇനി സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഐ വിൽ ഫ്ലൈ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. I Will Fly is a speech delivered by Dr. APJ Kalam. He talked on the topic I am born with wings. ഈ ഒരു സ്പീച്ചിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ചിറകുകൾ കൊണ്ടാണ് ജനിച്ചത് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. In this speech, Kalam says that the youth do not want to afraid of their future because they have an ignited mind with which they can conquer anything. ഈ ഒരു സ്പീച്ചിൽ കലാം സർ പറയുന്നത് യൂത്ത് ഒരിക്കലും അവരുടെ ഭാവിയെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. കാരണം ദേ ഹാവ് ആൻ ഇഗ്നൈറ്റഡ് മൈൻഡ്. ഇഗ്നൈറ്റഡ് മീൻസ് ജ്വലിക്കുന്ന, അവർക്കൊരു ജ്വലിക്കുന്ന മനസ്സുണ്ട്. വിത്ത് വിച്ച് ദേ ക്യാൻ കോൺകർ എനിത്തിങ്. അതുകൊണ്ട് അവർക്ക് എന്തിനേയും ജയിക്കാം. ആൻഡ് ഹീ സേസ് എവ്രി വൺ ഈസ് യുണീക്ക് ഇൻ ദയർ ഓൺ വേസ്. അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും അവരുടേതായ വഴികളിൽ വ്യത്യസ്തരാണ്, ഡിഫറെൻ്റ് ആണ്. നൗ ദ തേർഡ് ചാപ്റ്റർ. It is a poem if it is written by Rudyard Kipling. It is a didactic poem. So what is a didactic poem? A didactic poem is which that gives an instruction and moral messages. നിർദ്ദേശങ്ങളും ധാർമ്മിക സന്ദേശവും നൽകുന്ന പോയംസിനെ നമുക്ക് എന്ത് പറയാം? ഡൈഡാക്റ്റിക് പോയംസ് എന്ന് പറയാം. So the next chapter is And Then Gandhi Came. The fourth chapter of focus area is And Then Gandhi Came by Jawaharlal Nehru. This is an excerpt taken from Jawaharlal Nehru's discovery of India. Next, the fifth chapter. It is The Price of Flowers. It is a story written by Prabhat Kumar Mukhopadhyay. The story is about an Indian man who meets a poor girl in England. ഇത് ഒരു ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു പുവർ ഗേളിനെ ഇംഗ്ലണ്ടിൽ വെച്ചും മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് എ പോയം ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. ഇൻ ദിസ് പോയം ദ പോയറ്റ് സേസ് ഡെത്ത് ഈസ് എ ലെവലർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ ഈക്വലൈസർ. എവ്രി വൺ ഈസ് സെയിം ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്, വെദർ ഇറ്റ് ഈസ് റിച്ച് ഓർ പുവർ ആൻഡ് സോ ഓൺ. ഈ ഒരു പോയമിൽ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെത്ത് ഈസ് എ ലെവലർ ഓർ ആൻ ഈക്വലൈസർ. ഡെത്തിൻ്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ്. പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. എല്ലാവരും തുല്യരാണ്. ഓൾ ആർ ഈക്വൽ. ദാറ്റ് വൈ ഹീ സേസ് ഡെത്ത് ഈസ് എ ഈക്വലൈസർ ഓർ ഡെത്ത് ഈസ് എ ലെവലർ. സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് സെവൻത് ചാപ്റ്റർ, ദാറ്റ് ഈസ് സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കഡാവു. ഇറ്റ് ഈസ് എ story of two women who transformed into turtles and live in the sea for the rest of their life. ഇത് ഒരു പ്രിൻസസിൻ്റെയും അവരുടെ മകളുടെയും കഥയാണ്. അവർ ടേർട്ടിൽസായി മാറി അവരുടെ ബാക്കി ജീവിതം കടലിൽ ജീവിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കഥയാണ്. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ, that is the 8th chapter of +1 English focus area, is the Sarang of Rana Ganji. The Sarang of Rana Ganji. It is written by Dr. A.J. Cronin. The story is set during the British rule in India. It is during a voyage from Liverpool to Calcutta. The author is accompanied by a Sarang Hassan
who was working in the ship for last 20 years. So this is the story of a sarang who has been working in the ship റാണാഗഞ്ചി for last 20 years. കഴിഞ്ഞ 20 വർഷമായിട്ട് ആ ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറാങ്. ഹിസ് നെയിം ഈസ് ഹസൻ. അദ്ദേഹത്തിൻ്റെ കഥയാണ് ദ സെറാങ് ഓഫ് റാണാഗഞ്ചി. സോ 8 ചാപ്റ്റേഴ്സിനെയും കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഇംഗ്ലീഷ് എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ ബൈഹാർട്ട് ചെയ്യുന്നതിലല്ല കാര്യം. ബൈഹാർട്ട് ചെയ്യേണ്ടതുമുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ ഒരുവിധം എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് ഈസിയായി അറ്റൻഡ് ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു 8th ചാപ്റ്റർ ദ സെറാങ് ഓഫ് റാണാഗഞ്ചി. ഇൻ ദാറ്റ് ഹസൻ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ. സോ എക്സാമിന് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ ചോദിക്കാം. സോ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ മെയിനായിട്ട് ഫോർമാറ്റുകൾ കൃത്യമായി പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇമെയിൽ, ഡേറ്റ്, ഫ്രം, സബ്ജക്റ്റ്, ടു, സല്യൂട്ടേഷൻ, കണ്ടൻറ് ഇൻ എ പാരഗ്രാഫ്, ഡിസിഗ്നിഷൻ ആൻഡ് സൈൻ. അതുപോലെ തന്നെ ലെറ്റർ, അതുപോലെ റിപ്പോർട്ട് റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എക്സെട്ര. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഇനി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വീഡിയോ നിർത്താം. അതായത് ഫസ്റ്റ് വൺ ഈസ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്മേലൊന്നും നിങ്ങൾ ഒരുപാട് സമയം കളയരുത്. ഫസ്റ്റ് തന്നെ ഹൈ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻമേൽ ശ്രദ്ധിക്കുക. ഒരു 8 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻമെന്ന് എഴുതി തുടങ്ങുകയാണെങ്കിൽ ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഒരു 2 മാർക്കോ 1 മാർക്കോ ഒക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം ഒരുപാട് വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടണമെന്നില്ല. പകരം പാരഗ്രാഫൊക്കെ ആയി എഴുതുന്നതാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പേപ്പർ നോക്കുന്ന ടീച്ചറിന് ഒരു ഏകദേശം ഐഡിയ കിട്ടും. അതായത് ഇമ്പോർട്ടൻ്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്ന ഒരു ഐഡിയ കിട്ടും. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈമിനനുസരിച്ച് ടൈം മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫോർ നൗ.